അപ്പം മച്ചാമാരെ ഇന്ന് നമ്മുടെ ഫ്രീ ഫയർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂ ആയ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗറീനെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെയധികം യൂസ്ഫുൾ ആയ റൂൾസാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ റൂൾസ് കൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരാൻ പോകുന്ന ഒരു ഡൗട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ 18 വയസ്സിന് താഴെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താ ചെയ്യേണ്ടത്, അപ്പോൾ എങ്ങനെ നമ്പർ അടിക്കുക, എങ്ങനെ OTP വരും, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലൊക്കെ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള പ്ലേയേഴ്സാണ് എന്തായാലും നിങ്ങൾ ബിലോ 18 അതിൽ കൊടുക്കാൻ നോക്കുക കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഞാൻ ആരോ കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാരത് മാറ്റി കൊടുക്കാൻ ചാൻസ് ഉണ്ട്, മനഃപൂർവ്വം തന്നെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു പക്ഷെ പിന്നീട് നമുക്ക് പണി കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ളത് കൊടുക്കുക, കാരണം നല്ലത്. പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ റൂൾസുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ബിലോ 18 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളോട് ചോദിക്കുന്ന കാര്യം നോക്കുകയാണ് മൊബൈൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ അമ്മൻ്റെ അത് തന്നെ നമ്മൾ അതിൽ നമ്പർ കൊടുക്കുക. ഓക്കെ, നമ്മുടെ നമ്പർ തന്നെ, നമ്മൾ വീട്ടിലത്തെ നമ്പർ തന്നെ കൊടുക്കാൻ നോക്കുക. നെക്സ്റ്റ് ആയിട്ട് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു സെൻഡ് ബട്ടൺ കാണാൻ പറ്റും, വൈറ്റ് കളർ. നമ്മൾ നമ്പർ കറക്റ്റായിട്ട് 10 കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ വൈറ്റ് ബട്ടൺ ഇങ്ങനെ തെളിഞ്ഞു വരും. അത് നമ്മൾ ഞെക്കുക, ആ ടൈമിൽ നമ്മുടെ ടെസ്റ്റ് മെസ്സേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു OTP വരും, വെറിഫിക്കേഷൻ കോഡ് 6 അക്കമുള്ള ഒരു കോഡ് വരും. അപ്പോൾ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ടൈപ്പ് ചെയ്ത് നേരെ നമ്മുടെ കൺഫേം ബട്ടൺ തെളിഞ്ഞു വരും. അപ്പോൾ അത് തെളിഞ്ഞു വരുന്ന ടൈമിൽ ഒറ്റ ടച്ച്, അതോടുകൂടി നമ്മുടെ ഈ വെറിഫിക്കേഷൻ ഏജ് റേഞ്ച് സെറ്റ് ചെയ്യാനുള്ള കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര സിമ്പിളായ സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യവും ചെയ്യുക. അപ്പോൾ 1 മിനിറ്റ് അറിയുമ്പോൾ തന്നെ കൂടുതലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ തന്നെ നെക്സ്റ്റ് റൂൾസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ വേറെ 3 മണിക്കൂർ മാത്രമേ കാരണം പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 6 മണിക്കൂറാണ് പ്ലേ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയുള്ള പ്ലേയേഴ്സിന് 3 മണിക്കൂറും. നെക്സ്റ്റ് ആയിട്ട് ഓരോ 120 മിനിറ്റ് ആവുന്ന ടൈമിൽ ഏകദേശം 2 മണിക്കൂർ ആവുന്ന ടൈമിൽ നമുക്ക് ഈ ബ്രേക്ക് റിമൈൻഡർ ഓർമ്മപ്പെടുത്തും. ഫ്രീ ഫയറിന് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തും, അത്രമാത്രം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ലിമിറ്റ്, നിങ്ങൾ 18 വയസ്സിൽ താഴെയുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം വെറും 7000 ഡയമണ്ട് മാത്രമുള്ളൂ ഇനി ചിലവാക്കാൻ പറ്റുക ഫ്രീ ഫയറിൽ. അപ്പോൾ അതുപോലെ തന്നെ 18 വയസ്സിന് മുകളിലുള്ള പ്ലേയേഴ്സാണ് എത്ര വേണമെങ്കിലും ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അത്ര മാത്രമുള്ള റൂൾസ് ഉള്ളത്. അപ്പോൾ ചെറിയ ചെറിയ റൂൾസ് ഉള്ളൂ, നമുക്ക് അധികം പണി വരുന്ന ഒരു റൂൾസും ഇല്ല. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക, നമുക്ക് വേണ്ടിയിട്ടാണ് ഈ റൂൾസൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് നിങ്ങൾ മാക്സിമം എല്ലാവരും പാലിക്കാൻ നോക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബായ്.